തയ്യാറാക്കുന്നത് ഹെൽത്തി ആയിട്ടിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡീറ്റോക്സ് വാട്ടറിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്കൊരു 3-4 ടൈപ്പിൽ ചെയ്യാൻ സാധിക്കും. അതിൽ ഫാറ്റ് ബേണിങ്ങിനായിട്ടുള്ളതാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. തയ്യാറാക്കുന്നതിനായി 1 ഗ്ലാസ് നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം എടുക്കാം. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ചിയാ സീഡാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ചേർത്ത് കൊടുത്തിരിക്കുന്ന ചിയാ സീഡിനെ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഈ ഒരു വെള്ളം ഒന്ന് മൂടി വെച്ച് ചിയാ സീഡെല്ലാം ഒന്ന് കുതിർന്ന് വരാനായിട്ട് ഒരു 15 മിനിറ്റോളം ഒന്ന് മാറ്റി വയ്ക്കാം. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് മറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി നാരങ്ങയുടെ നീരാണ്. ഏകദേശം സ്പൂൺ അളവ് പറയുവാണെങ്കിൽ ഒരു 2 സ്പൂണോളം നാരങ്ങ നീരാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ കറുവപ്പട്ടയുടെ പൊടി കൂടിയാണ്. ഈ ഒരു ഡ്രിങ്ക് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അമിത കൊഴുപ്പിനെ കുറയ്ക്കാനും പ്രമേഹ രോഗങ്ങളെയൊക്കെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്ത് നിർത്താനൊക്കെ വളരെ ഉപകരിക്കുന്ന ഒരു ഡ്രിങ്ക് കൂടിയാണ്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ആവശ്യമുള്ള മധുരമാണ്. ഞാൻ മധുരത്തിന് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് തേനാണ്. 1 സ്പൂൺ തേനാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്. ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഡ്രിങ്ക് എൻ്റെ ഇവിടെയുള്ള ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തതാണ്. ശരീരവണ്ണം ഒക്കെ ഒന്ന് കുറയ്ക്കാൻ, അതുപോലെ വയറൊക്കെ കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ പെട്ടെന്ന് റിസൾട്ട് കാണിക്കുന്ന ഒരു ഡ്രിങ്ക് ആകട്ടോ ഇത്. ഇനി ഈ ഒരു ഡ്രിങ്ക് എപ്പോഴും എടുക്കുന്നത് നല്ലത് എംപ്റ്റി സ്റ്റൊമക്കിലാണ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇത് എംപ്റ്റി സ്റ്റൊമക്കിൽ എടുക്കണം എന്നില്ല, മോർണിംഗ് ടൈമിൽ തന്നെ എടുത്താൽ മതി. അതുപോലെ തന്നെ ഈ ഒരു ഡ്രിങ്ക് കുടിക്കേണ്ടത് നമ്മളൊന്ന് സാവധാനത്തിൽ എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന ശേഷവുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവരോടും ബോൺ അപ്പത്തീത്തോ.